സിൽവർ ലൈൻ പദ്ധതി ഏകദേശം ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നിലെ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും അവസാനിച്ചു. ഇപ്പോൾ പുതിയ ഒരു റെയിൽ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ നോട്ടമിട്ടിരിക്കുന്നത്. RRTS പദ്ധതി കൊള്ളാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ എത്തുന്നത്. നേരത്തെ റെയിലിന് പാടം നികത്തിയും വസ്തുവകകൾ രണ്ടായി പിളർന്നും അങ്ങനെ പോകുമ്പോൾ വലിയ വീടുകൾ തകർന്നുമൊക്കെ പോകുന്ന അല്ലെങ്കിൽ റെയിൽ സംവിധാനം നടപ്പിലാക്കാനായിരുന്നു അന്ന് സർക്കാർ തീരുമാനിച്ചതെങ്കിൽ ഇത്തവണ അല്പമൊന്ന് മാറി ചിന്തിച്ചിരിക്കുന്നു. അതും പാളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവനും തൂണുകളിൽ തന്നെയായിരിക്കും. തൂണുകൾ ഉയർത്തി അതിനു മുകളിലൂടെ അതിവേഗത്തിൽ പായുന്ന 120 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ പായുന്ന റെയിൽ സംവിധാനം നടപ്പിലാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ഏകദേശം 2 ലക്ഷം കോടിയോളം രൂപ ചിലവ് വരുന്ന പദ്ധതി. എന്തായാലും ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ RRTS അതായത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തുന്നു. മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം പ്രഖ്യാപനമായി വരുന്നു. അടുത്ത ദിവസത്തെ ബഡ്ജറ്റിൽ ഈ RRTS ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ എന്തായാലും പദ്ധതിക്ക് ജീവൻ വയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത കാര്യം. 20% കേന്ദ്ര സർക്കാർ, 20% സംസ്ഥാന സർക്കാർ. ബാക്കിയുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കടം നൽകാൻ കഴിയുന്ന ഏജൻസികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിൽ നിന്നുമൊക്കെ പൈസ കടമെടുത്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. കാരണം അതിവേഗ റെയിൽ സംവിധാനം കേരളത്തിന് അനിവാര്യമാണ്. നമ്മുടെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്ര പുരോഗമിച്ചാൽ തന്നെയും നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് വളരെ വേഗത്തിൽ നാടുകളിലെത്താനും മറ്റു സംവിധാനങ്ങൾക്കുമൊക്കെയായി ഒരുക്കുന്ന ഈ RRTS സംവിധാനത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ നടത്തിപ്പിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലെ രാഷ്ട്രീയം കടന്നുകൂടുമോ? ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിയോജിപ്പുകൾ കടന്നു വരുമോ? അതോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സ്റ്റണ്ടാണോ? ഇതാണ് ഇപ്പോൾ സമൂഹത്തിൽ വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നത്. റെയിൽ പദ്ധതിക്കെതിരെ വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ് ഉയർന്നു വന്നത്. ഒപ്പം വലിയ തരത്തിലുള്ള എതിർപ്പുകളും. കാരണം പദ്ധതി പ്രഖ്യാപിച്ച അന്നു മുതൽ തന്നെ ഈ പദ്ധതി കടന്നു പോകുന്ന മേഖലകളിൽ വലിയ നഷ്ടമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആളുകൾക്ക് അവരുടെ വീടുകൾ പോലും നഷ്ടമായി. അങ്ങനെ കണക്കെടുത്ത് നോക്കിയപ്പോഴേക്കും റെയിൽപാത പണിയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം രൂപ ഈ നഷ്ടപരിഹാരമായി നൽകേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തൂണുകളിലൂടെ ചീറിപ്പായുന്ന പുതിയ പദ്ധതിക്ക് വലിയ തരത്തിലുള്ള അംഗീകാരം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. എന്തായാലും എതിർവിഭാഗങ്ങൾ, അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഇതുവരെയായും വിയോജിപ്പിൻ്റെ സ്വരങ്ങളോ എതിർ സ്വരങ്ങളോ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. പദ്ധതികൾ വരുന്നത് സംസ്ഥാനത്തിന് ആവശ്യമാണ്. പക്ഷേ ഇത് ജനങ്ങളെ ദ്രോഹിക്കാത്ത തരത്തിലുള്ള ഒരു പദ്ധതിയാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാരിനുള്ളത്, ഒപ്പം നാട്ടുകാർക്കുമുള്ളത്. ഇനി പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുപ്പിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങളായിരുന്നു റെയിലുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് RRTSൻ്റെ പ്രത്യേകത. അതായത് പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കും ആ പട്ടണങ്ങളിൽ നിന്ന് മറുപട്ടണങ്ങളിലേക്കും പോകുന്ന തരത്തിൽ 4 ഘട്ടങ്ങളിലായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയാണ് നടത്തിപ്പ്. അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം, അങ്ങനെ 4 ഘട്ടങ്ങളിൽ കണ്ണൂർ, കാസർഗോഡ് ആകുമ്പോഴേക്കും ഇത് പൂർത്തിയായി കഴിയും. എന്തായാലും വളരെ നാൾ എടുത്തുകൊണ്ട് 2027 തുടങ്ങി 10 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് ജനങ്ങളുടെ സ്വീകാര്യത ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് CPIMനുള്ളത്, ഇപ്പോഴത്തെ സർക്കാരിനുള്ളത്. പക്ഷേ ഇതിലെല്ലാം ബദലായി മറ്റൊരു രാഷ്ട്രീയം കൂടി കടന്നു വരുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കും മെട്രോമാൻ ശ്രീധരൻ കൊണ്ടുവരുന്ന പദ്ധതി എത്ര കണ്ട് വിജയപ്രദമാകും എന്ന് നോക്കുന്നില്ല. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഈ ശ്രീധരൻ കൊണ്ടുവരുന്ന അതിവേഗ റെയിൽ പദ്ധതിയുടെ പാളങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ, സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തി ആളുകളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് അതിവേഗ റെയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ഈ ശ്രീധരൻ ശ്രമിക്കുന്നത്. എന്തായാലും ആ പദ്ധതിയും, അങ്ങനെ 2 പദ്ധതികൾ ഒരുപോലെ സംസ്ഥാനത്ത് അതിവേഗ റെയിൽ പദ്ധതികൾ വരുന്നു. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ മത്സരമാണോ എന്നുള്ളതാണ് ജനങ്ങൾ നോക്കുന്നത്. പ്രത്യേകിച്ചും ഒരിക്കൽ പെട്ടുപോയ റെയിൽ പദ്ധതിക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ RRTS പദ്ധതി വരുന്നു. അതിൽ സംസ്ഥാന സർക്കാർ മുതൽ മുടക്കാൻ തയ്യാറെടുക്കുന്നു. പക്ഷേ അതിനു ബദലായി അതിവേഗ റെയിൽ സംവിധാനം വരാൻ മെട്രോമാൻ തയ്യാറെടുക്കുന്നു. ആ സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള പഠനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഓഫീസ് തുറന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 2 അതിവേഗ റെയിൽ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമം നടക്കുന്നതിനിടയിൽ ഇനി രാഷ്ട്രീയ പോരിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്.